വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: സഭ എപ്പോഴും നിർദ്ദേശിക്കുന്നു, ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന്. അതുപോലെ മാർപ്പാപ്പയെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന്റെ സമ്മതം ആരായും. സമ്മതം ലഭിച്ചാൽ അദ്ദേഹത്തോട് ഭാവിയിൽ അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പേരെന്താണ് എന്ന് ചോദിക്കും. ഇതും ലഭിച്ചു കഴിയുമ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. പിന്നീട് മുതിർന്ന കർദിനാൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി നമുക്ക് പുതിയ പോപ്പിനെ ലഭിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും. ഇനി ഇതിനിടയിൽ പുതിയ പോപ്പിനെ മാർപ്പാപ്പയുടെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്ന ചടങ്ങുണ്ട്. ഇതിനായി പുതിയ മാർപ്പാപ്പയെ കൊണ്ടുവരുന്ന ഒരു കുഞ്ഞു മുറിയുണ്ട്. റൂം ഓഫ് ടിയേഴ്സ് അഥവാ കണ്ണുനീർ മുറി എന്നാണ് ഈ മുറി അറിയപ്പെടുന്നത്. കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ മുറിയാണിത്. ഇവിടെ വെച്ച് പുതിയ മാർപ്പാപ്പ കർദിനാൾമാരുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കും. ശേഷം സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ ജനങ്ങളെ അഭിവാദനം ചെയ്യും. പുതിയ മാർപ്പാപ്പ താൻ ഏറ്റെടുക്കാൻ പോകുന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ മുമ്പിൽ അത് ഓർത്ത് പലപ്പോഴും കണ്ണുനീർ പൊഴിക്കും എന്നതിനാലാണ് ഈ മുറി കണ്ണുനീർ മുറി എന്നർത്ഥമുള്ള റൂം ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു.